കോൺഗ്രസിന്റെ പുതിയ ദേശീയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നാളെ നടക്കാൻ പോവുകയാണ്. പുതിയ ആസ്ഥാന മന്ദിരം വരാൻ പോകുന്നു. ഇന്ദിരാഗാന്ധി ഭവൻ. പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം സോണിയാഗാന്ധിയാണ് നിർവഹിക്കുക. പ്രവർത്തക സമിതി അംഗങ്ങളും നേതാക്കളും അടക്കം 400 നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. വിവരങ്ങളുമായി നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു. കോട്ട്ല റോഡിലാണെന്ന് തോന്നുന്നു ഈ പുതിയ കെട്ടിടമുള്ളത്. പഴയ അക്ബർ റോഡിലുള്ള കെട്ടിടം അതേപടി നിലനിർത്തും എന്നാണ് നമ്മൾ കരുതുന്നത്. നോബലിലേക്ക് എത്തിയാൽ നോബൽ, വെരി ഗുഡ് മോർണിംഗ് നോബൽ. തണുപ്പ് എങ്ങനെയുണ്ട് ഡൽഹിയിൽ? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. നല്ല തണുത്ത പ്രഭാതമാണ്. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. താപനില വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ മൂടൽമഞ്ഞും പലയിടത്തുണ്ട്. നല്ല തണുത്ത് കുറഞ്ഞിരിക്കുന്ന ഒരു ദില്ലിയാണെന്ന് വേണം പറയാൻ. ഓക്കെ നോബൽ, അപ്പോൾ നമുക്ക് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാം നാളെ സോണിയാഗാന്ധി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പുതിയ കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരം ഇന്ദിരാഗാന്ധി ഭവൻ നമുക്കൊന്ന് കാട്ടിക്കൊടുക്കാം. തീർച്ചയായും അരുൺ, എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഇന്ദിരാഗാന്ധി ഭവൻ, കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാനം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളോടെയാണ് പുതിയ ആസ്ഥാനത്തേക്ക് പാർട്ടി എത്തുന്നത്. 9A കോട്ട്ല റോഡിലാണ് ഈ ആസ്ഥാനം ഉള്ളത്. നേരത്തെ ഈ ആസ്ഥാനത്തിന്റെ നിർമ്മാണം വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചതാണ്. പക്ഷെ പണി ചെയ്യാൻ ഒരുപാട് സമയമെടുത്തു എന്ന് വേണം പറയാൻ. 6 നിലകളായി കാണുന്ന വലിയ കെട്ടിട സമുച്ചയമാണ്. ഇതിൻ്റെ അകത്ത് കോൺഗ്രസിന്റെ എല്ലാ തരത്തിലുള്ള പോഷക സംഘടനകൾക്കടക്കം എല്ലാ ഓഫീസുകളും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തങ്ങുന്നതിന് വേണ്ടി അടക്കം ഉണ്ട്. അത്തരത്തിൽ കോൺഗ്രസ് ഒരു പുതിയ ആസ്ഥാനത്തേക്ക് മാറുകയാണ്. 9A കോട്ട്ല റോഡ്, അതായത് ദീൻദയാൽ ഉപാധ്യായ മാർഗിൻ്റെ തന്നെയാണ് ഈ ഓഫീസ് ഉള്ളത്. BJPയുടെ ആസ്ഥാനവും ഇതിൽ റോഡിൽ തന്നെയാണ്. പക്ഷേ BJPയുടെ ആസ്ഥാനത്തിൻ്റെ അതേ അഡ്രസ്സ് തന്നെ വേണ്ട എന്ന് കരുതിക്കൊണ്ടാണ് കോൺഗ്രസ് എന്താണെങ്കിലും ആ റോഡിൻ്റെ പിൻവശത്തുള്ള റോഡിലേക്ക് ഇതിൻ്റെ ഓഫീസിൻ്റെ മുൻവശം എന്താണെങ്കിലും ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 9A കോട്ട്ല റോഡ് എന്ന് പറയുന്നത്. ഈ ഓഫീസിൻ്റെ പിൻവശം എന്ന് പറയുന്നത് ദീൻദയാൽ ഉപാധ്യായ, അതായത് BJPയുടെ ആസ്ഥാനം ഇരിക്കുന്നത് ദീൻദയാൽ ഉപാധ്യായ മാർഗ് തന്നെയാണ്. പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിലായാണ് ഇതിൻ്റെ പണി എന്താണെങ്കിലും പൂർത്തിയാക്കിയത്. ഇനിയിപ്പോൾ നാളെ സോണിയാഗാന്ധി ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും, ഏറെക്കുറെ 400-ലധികം നേതാക്കൾ പ്രതീക്ഷിക്കുന്നു നാളെ ഇങ്ങോട്ട്. അതായത് പ്രവർത്തക സമിതി അംഗങ്ങൾ, മുഖ്യമന്ത്രിമാർ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കൾ, അതോടൊപ്പം തന്നെ മറ്റ് മുൻ മുഖ്യമന്ത്രിമാർ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം ഇങ്ങോട്ട് കോൺഗ്രസ് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസുകളായി ഇതിപ്പോൾ മാറാൻ പോവുകയാണ്. നിലവിൽ ഇതുവരെ 24 അക്ബർ റോഡായിരുന്നു കോൺഗ്രസിൻ്റെ ആസ്ഥാനം. ആ ആസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഏറെക്കുറെ 45 വർഷത്തെ ചരിത്രം പറയാനുള്ളൊരു ഓഫീസാണ്. കാരണം ഇന്ദിരാഗാന്ധി കോൺഗ്രസ് വിടർന്ന് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ഐ രൂപീകരിക്കുമ്പോഴാണ് ആ ഓഫീസ് ഉണ്ടാകുന്നത്. അന്ന് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ലോക്സഭാ അംഗം G വെങ്കടസ്വാമിയാണ് തൻ്റെ ഔദ്യോഗിക വസതി കോൺഗ്രസിൻ്റെ ഓഫീസാകാൻ വേണ്ടി നൽകിയത്. അങ്ങനെ 24 അക്ബർ റോഡ് കോൺഗ്രസിൻ്റെ ആസ്ഥാനമായിരുന്നു. കോൺഗ്രസിൻ്റെ ഒരുപാട് കാലഘട്ടം, അതായത് വലിയ പരാജയമേറ്റതിനു ശേഷം ഇന്ദിരാഗാന്ധി ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന് വിളിച്ചുകൊണ്ട് തിരിച്ചു വന്ന ഓഫീസാണ്. പിന്നീട് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടം, നരസിംഹറാവുവിൻ്റെ കാലഘട്ടം, പിന്നീട് 2004 വരെ, അതായത് 99 മുതൽ 2004 വരെയുള്ള കോൺഗ്രസിൻ്റെ ഒരു പതന കാലഘട്ടം, പിന്നീട് സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്ന കാലഘട്ടമൊക്കെ സാക്ഷിയായതാണ്. പിന്നീട് 2 വർഷക്കാലത്ത് UPA ഭരണം, പിന്നീട് മോദി തരംഗത്തിൽ കോൺഗ്രസ് വീണ്ടും അടിതെറ്റി വീഴുന്നതൊക്കെ കണ്ടൊരു ഓഫീസാണ് 24 അക്ബർ റോഡിലെ ഓഫീസ്. വലിയ തരത്തിൽ കോൺഗ്രസിന് ഒരുപാട് ഓർമ്മകളും സ്മരണകളൊക്കെ ഉള്ള ഓഫീസാണ് കൂടിയാണ് അത്. പക്ഷേ ആ ഓഫീസ് പൂർണ്ണമായും കോൺഗ്രസ് വിടുന്നില്ല. നേരത്തെ BJPയുടെ ദേശീയ ആസ്ഥാനം ഉണ്ടായിരുന്നത് അശോക റോഡിലായിരുന്നു. അതിനുശേഷം അവർ ദീൻദയാൽ ഉപാധ്യായ മാർഗിലേക്ക് മാറിയപ്പോഴും അവരുടെ പഴയ ഓഫീസ് അവിടെ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസും 24 അക്ബർ റോഡിലെ അവരുടെ ഓഫീസ് നിലനിർത്തും. ചില പ്രധാന പരിപാടികൾക്ക് വേണ്ടി മാത്രം ആ ഓഫീസ് തുറന്നു നൽകും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും ഈ കോട്ട്ല റോഡിലെ ഈ ആസ്ഥാനം നാളെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കൊക്കെ ഇനിയിപ്പോൾ ഇവിടെ എത്തി പുതിയ ആസ്ഥാനം സന്ദർശിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്നിപ്പോൾ ആരെയും ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. നാളെ മാത്രമാണ് ഇങ്ങോട്ട് പ്രവേശനം. സൗകര്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ തോന്നുന്നു. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള 6 നിലകളിലായിട്ട് കിടക്കുന്ന വലിയ ഒരു ആസ്ഥാന മന്ദിരമാണ് കോൺഗ്രസിന് ലഭിക്കുന്നത്. നേരത്തെ വിവിധ പാർട്ടികൾക്കായിട്ട് കേന്ദ്ര സർക്കാർ ഈ സ്ഥലങ്ങളൊക്കെ അനുവദിച്ചു കൊടുത്തിരുന്നു. കോൺഗ്രസിന് കിട്ടിയത് കോട്ട്ല റോഡാണ്. എനിക്കൊന്ന് BJPയുടെയും പുതിയ ആസ്ഥാന മന്ദിരം വന്നു. പക്ഷെ അപ്പോഴും പഴയ ഓഫീസ് അവർ റീറ്റെയിൻ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അക്ബർ റോഡിലുള്ള കെട്ടിടവും തുടരും, കോട്ട്ല റോഡിലുള്ള കെട്ടിടവും തുടരും, അല്ലേ നോബൽ? തീർച്ചയായും അക്ബർ റോഡിലെ കോൺഗ്രസ് ആസ്ഥാനം അതേപടി നിലനിർത്തും എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. കാരണം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ ചരിത്രം, അതായത് 45 വർഷത്തെ ചരിത്രം അതിൽ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ്. ഒരുപാട് വികാരം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉള്ളൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ആ ഓഫീസ് എന്താണെങ്കിലും കോൺഗ്രസ് വിടുന്നില്ല. അത് മാത്രമല്ല സോണിയാഗാന്ധിയുടെ വസതി ആ ഓഫീസിനോട് ചേർന്നാണ്. നമ്മൾ പലപ്പോഴും ദൃശ്യങ്ങളിൽ കാണുന്നതാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയൊക്കെ മീറ്റിങ്ങുകൾക്ക് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ഇടനാഴികളിൽ കൂടി നടന്ന് കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് എത്തുന്ന ഒരു കാഴ്ച. എന്താണെങ്കിലും അത്ര മനോഹാരിത പുതിയ ഓഫീസിൽ എന്താണെങ്കിലും ഇല്ല എന്ന് വേണം വ്യക്തിപരമായി പറയാൻ.
പറയാനുണ്ട്. ചെല്ലുന്ന സമയത്തുള്ള പുൽത്തകടിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അക്ബർ റോഡിലുള്ള ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരത്തിൽ ിലേക്ക് ഒരുപാട് പേര് ഈ സീറ്റുകളൊക്കെ മോഹികളായിട്ടുള്ള ആളുകൾ, സ്ഥാനമോഹികളായിട്ടുള്ള ആളുകളൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് വലിയ പുൽത്തകടിയൊക്കെ ഉള്ളൊരു പ്രദേശമാണ് ആ കെട്ടിടം. ആ കെട്ടിടവും മനോഹരമായ കെട്ടിടമാണ്, നല്ല കാഴ്ച ഭംഗിയുള്ളതാണ്, പുറത്ത് നിന്ന് വിഷ്വൽ ട്രീറ്റ് ഉള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അവിടെ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടന്നപ്പോൾ പ്രേക്ഷകർ ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ താങ്ക് യു നോബൽ. ദില്ലിയിൽ മറ്റു വിശേഷങ്ങളൊന്നും, തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുകയാണ്. ഈ തണുപ്പിനിടയിലും ഇന്നിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ദില്ലിയിൽ അതിൻ്റെ ഒരു ഫീലിംഗ് കാണാനുണ്ടോ? നമ്മുടെ നാട്ടിലേതുപോലെ പോസ്റ്ററുകളും ബാനർ യുദ്ധങ്ങളും ഒക്കെ ഉണ്ടോ? അതിന് പോസ്റ്ററുകളും അതോടൊപ്പം തന്നെ ബാനറുകളൊക്കെ ദില്ലിയിൽ വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലെ പോലൊരു പ്രചാരണമൊന്നുമല്ല. പരമാവധി റാലികൾ നടത്തി പൊതുസമ്മേളനങ്ങൾ നടത്തിയാണ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്. പിന്നെ വീടുകൾ കയറിയുള്ള പ്രചാരണമുണ്ട്. പക്ഷേ ദില്ലിയിലൊക്കെ ഒരു പരിധിക്കപ്പുറം, അതായത് ഓരോ ഗലികളിലും നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ദില്ലിക്കാരായ ആളുകൾ വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഞാനടക്കം താമസിക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ പോലും മലയാളികൾ ഒരുപാട് പേരുണ്ട്. പക്ഷേ അവർക്കൊന്നും വോട്ടില്ലാത്തൊരു സാഹചര്യമുണ്ട്. ദില്ലിയെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഒരുപാട് ആളുകൾ പുറത്തുനിന്നൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. പക്ഷേ എങ്കിൽ പോലും പ്രചരണം നന്നായി നടക്കുന്നുണ്ട്, വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്, വാർത്താ സമ്മേളനങ്ങൾ നിരവധി ഉണ്ടാകുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ ആം ആദ്മിയുടെ പ്രധാന നേതാക്കളെല്ലാം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒപ്പം അതിഷി മുഖ്യമന്ത്രി അവരിന്ന് നാമനിർദ്ദേശപത്രിക നൽകുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ പോലെ അത്തരത്തിൽ ഇളക്കി മറിച്ചൊരു പ്രചരണം എന്താണെങ്കിലും ദില്ലിയിൽ ഇല്ല. പക്ഷേ എങ്കിൽ പോലും പരമാവധി സ്ഥലങ്ങളിലെത്തി വോട്ടർമാരെ കണ്ടുകൊണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും അവരുടെ ഏജന്റുമാരും കോൺഗ്രസിന്റെയും ആം ആദ്മിയുടെയും BJPയുടെ ഒക്കെ പ്രവർത്തകരും ഉള്ളതായിരുന്നു. ഓക്കെ, താങ്ക് യു നോബൽ. അപ്പോൾ ദില്ലിയിൽ പുതിയ കോൺഗ്രസിന്റെ കെട്ടിടം പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടു. കോട്ട്ല റോഡിലെ കെട്ടിടം നാളെയാണ് സോണിയാഗാന്ധി ഉദ്ഘാടനം ചെയ്യുക. അങ്ങനെ കോൺഗ്രസിന് പുതിയ ആസ്ഥാന മന്ദിരം വരുന്നു. തലസ്ഥാനത്ത് സോണിയാഗാന്ധിയാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. നാളെ വർഷങ്ങൾ നീണ്ട കെട്ടിട നിർമ്മാണമാണ്, അതാണ് നാളെ സാർത്ഥകമാകാൻ പോകുന്നത്. അപ്പോൾ കോൺഗ്രസിന് പുതിയ കെട്ടിടം വരുന്നു എന്ന സന്തോഷ വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,